അതെ ആ പഴയ പാട്ടുകളുടെ ഒരു സൗന്ദര്യം സത്യം പറഞ്ഞാൽ സൂപ്പറാണ്. അതിൻ്റെ ആ വരികളും ആലാപനവും അതിൻ്റെ അർത്ഥവും സംഗീതവും സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ടുകൾക്കൊന്നും ഒരു സാധനമില്ല. സത്യം ഒരു ഫീൽ ഇല്ല, നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യാനുള്ള ആ ഒരു പവർ ഇല്ല. അതാണ് പ്രശ്നം അല്ലേ? ഈ പുതിയ പാട്ടുകളൊന്നും സത്യം പറഞ്ഞാൽ ഒരു വരി പോലും എനിക്ക് പാടാൻ പറ്റുന്നില്ല. അത് ചേട്ടന് പാട്ട് അടക്കണത്തുണ്ടോ? പാട്ട് പാടാൻ അറിഞ്ഞുകൂടാത്തോണ്ടൊന്നും അല്ല, പാടാൻ പറ്റാഞ്ഞിട്ട് അല്ല. വലിയ പാട്ടുകാരുടെ അത്രയും പാടാനുള്ള കഴിവില്ല. എൻ്റെ ശബ്ദത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പലരും പറഞ്ഞു. അത് ശരിയാ, പാട്ട് പാടാൻ പറ്റിയ ശബ്ദമല്ല എന്തായാലും. അതെ, ഈ അടുത്ത സമയത്ത് ഞാൻ നമ്മുടെ ചായക്കടയിൽ ആ ജംഗ്ഷനിൽ ചായക്കടയിൽ ചെന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ചായക്കടയിൽ നിന്നൊരു പാട്ട് കേട്ട്. പുതിയ പാട്ടാ, എന്തു അതിനകത്ത വരികൾ ഒരർത്ഥവും ഇല്ലടി. സത്യം പറഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു. ഇപ്പോഴത്തെ പാട്ടുകളിൽ സത്യം പറഞ്ഞാൽ കുറേ സിനിമ ഇറങ്ങുന്നതിൽ ഒന്നോ രണ്ടോ നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ് സത്യം. കുറച്ചു കാലം മുന്നേ ഒട്ടും കൊള്ളില്ലായിരുന്നു, ഒരു പാട്ടും കൊള്ളു. ഇപ്പൊ പിന്നെയും ഭേദമല്ലേ, കുറച്ച് ഭേദമായി തുടങ്ങി തോന്നുന്നു. ബഹളവും കാര്യങ്ങളും ഒക്കെയാ. ചായ ചേർത്തോ? ആ ചേട്ടാ ചേട്ടാ ഇത് ചേട്ടാ കുടിച്ചോ. ഇഞ്ചി ചായ? ആ ഇഞ്ചി ഇല്ലെന്നേ ഉള്ളൂ, സാധാ ചായ. കൊള്ളാം, അതാണ് കൈപുണ്യം. അടി അതെ, അവളെന്ത് ഇറങ്ങി? അവൾ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയി? ഓ, അതെന്ത് പറ്റി? നമുക്ക് ഓരോ ദിവസം ഓരോ മൂഡാണല്ലോ. ഇന്ന് അമ്പലത്തിൽ പോകാനുള്ള മൂഡ്. അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ നീ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മൂഡില്ല എന്ന് പറഞ്ഞിരിക്കും. ഇന്നത്തെ അവളുടെ മൂഡിൽ അമ്പലത്തിൽ പോയി. എന്താണോ എന്തോ എന്റെ സാറേ. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് കേട്ടോ. എങ്ങോട്ട് കൊണ്ട്? ഇത് രവിയായിട്ടുള്ള ചായ. ഞാൻ കൊണ്ടുപോ. നീ ഇവിടുത്തെ പണി ചെയ്തു. അതൊന്നും കാര്യമില്ല, എന്ന് ഞാൻ കൊടുക്കാം. നീ പണി ചെയ്തു. ചെല്. എന്റെ കയ്യിലെ ചായ കിട്ടിയില്ലെങ്കിൽ രവിയേട്ടന് ശരിയാവില്ലെന്ന് മണിക്കുട്ടൻ ചേട്ടനോട് ഞാൻ എങ്ങനെ പറയും? അല്ലെങ്കിൽ പിന്നെ വേണ്ട, ഇന്നൊരു ദിവസം മണിക്കുട്ടിയുടെ ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഭൂമി ഇടിഞ്ഞു വീഴത്തൊന്നുമില്ലല്ലോ. എന്നാലും പെട്രോളിന് ഇന്നും വില കൂടി. ഫസ്റ്റ് എങ്ങനെ ജീവിക്കും? പെട്രോളിന് വില കൂടുന്നതനുസരിച്ച് സാധനങ്ങൾക്ക് വില കൂടും. ആകെപ്പാടുള്ളൊരു സ്കൂട്ടറാണ്. ആ സ്കൂട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല, പെട്രോളിന് തീ പിടിച്ച വില. ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും? ഇനി സൈക്കിളായിരിക്കും വേണ്ടത്. എന്ത് വിലയാ? പെട്രോളിന് വില പിടിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഇനി സൈക്കിൾ ഓടിക്കുന്നതായിരിക്കും നല്ലത്. അത് പിന്നെ എപ്പോഴും അത് തന്നെ അല്ലയോ. സൈക്കിളാകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനൊരു പുഷ്ടിമയും ഉണ്ടാവും, കാശ് ചെലവില്ല. അത് നേരാ, സൈക്കിളോട്ടുന്ന ആരോഗ്യത്തിന് നല്ലത്. അത് എൻ്റെ അളിയാ, എൻ്റെ ചെറുപ്പകാലത്തുണ്ടല്ലോ ഒരു ദിവസം ഞാൻ 200 കിലോമീറ്റർ വരെയൊക്കെ സൈക്കിൾ ചവിട്ടുമായിരുന്നു. 200 കിലോമീറ്റർ? 100 കിലോമീറ്റർ എങ്ങനെയായാലും ചവിട്ടും. ഒരു ദിവസം 100 കിലോമീറ്റർ? 50 കിലോമീറ്റർ ചവിട്ടാവല്ലോ. 50 ചവിട്ടും? 25 ചവിട്ടും. എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നേ? ആവശ്യമില്ലാത്ത കാര്യത്തിന്. 25 കിലോമീറ്റർ അങ്ങോട്ടും 25 കിലോമീറ്റർ ഇങ്ങോട്ടും. 50 കിലോമീറ്റർ തന്നെ മണിക്കൂർ. അതൊക്കെ നല്ല ആരോഗ്യത്തിന്റെ ഒരു ചായ കുടി. ചായ എനിക്കോ? അല്ല, മണി എവിടെ? അവൾ അടുക്കള. അവളെന്തോ എനിക്ക് ചായ കൊണ്ടുവന്നില്ല. അല്ല, അടുക്കള ഇച്ചിരി പണിയുണ്ടല്ലേ. എന്ത് പണി? അല്ല, ഭയങ്കര പണിയാ. എത്ര പണിയും തിരക്കുവാണെങ്കിലും അവളാണല്ലോ എനിക്ക് എനിക്ക് ചായ കൊണ്ടുവരാൻ ഇത്ര തിരക്കൊന്നും അവൾക്ക്. അല്ല, എന്തളിയാ? നല്ല പിടി കിട്ടിയളിയാ. എന്ത് പിടി? അല്ല, അളിയന് അവിടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിച്ചില്ലല്ലോ ഒരു പെർഫെക്ഷൻ വരത്തില്ലല്ലോ. അതെ, ശീലിച്ചു പോയതാ. ഈ മണിക്കുട്ടി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം അവളുടെ കൈ കൊണ്ട് രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഉഷാറും കാണൂല. അവിടെ സ്വഭാവം എന്ന് പറഞ്ഞുണ്ടല്ലോ അളിയ, സ്നേഹിച്ചാ നക്കിക്കൊല്ലും, എതിർത്ത് കഴിഞ്ഞാൽ കുത്തിക്കൊല്ലും. അത് അളിയൻ പറഞ്ഞ ശരിയാ. അത് ഞങ്ങൾ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഉള്ള പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുടി, ചായ കുടി. എന്തായിരുന്നാലും ഇന്ന് ആ പതിവ് തെറ്റിക്കാം. എൻ്റെ മണിക്കുട്ട അളിയൻ്റെ കൈ കൊണ്ടൊരു ചായ കുടിക്കാം.
എന്ത് പണി? അല്ല ആ ചായയിൽ പഞ്ചസാര ഇട്ടില്ല. ആണോ? അല്ലല്ല ഇട്ടില്ല. അല്ല ഇതിനകത്ത് ഇട്ടമായിരുന്നല്ലോ, ഞാൻ കണ്ട് നീ ഇടുന്നത്. നീ പഞ്ചസാര ഇടുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇട്ടില്ലെന്ന് ഞാനല്ലേ ചായ ഉണ്ടാക്കിയത്. ഇതില് പഞ്ചസാര ഉണ്ട്. ഈ ചായനെ ഇതിലും പഞ്ചസാര ഉണ്ടല്ലോ, ഇതിലും മധുരമുണ്ട്. പഞ്ചസാര ഉണ്ടായിരുന്നു ഉണ്ടല്ലേ? ഞാൻ മറന്നുപോയല്ലോ. ഈ തിരക്ക് ആടി അഭിനയിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാതെ തന്നെ. ഞാൻ തിരക്കിനിടെ ഇത്ര ഒരെണ്ണം കൂടെ ഞാൻ കുടിച്ചോളാം. പറഞ്ഞില്ലേ, അവൾക്കും നിർബന്ധമാ. അവള് തന്നെ രാവിലെ എനിക്ക് ചായ തരണം എന്നുള്ളത്. അളിയൻ പറഞ്ഞ നേരാ, സ്നേഹിക്കാൻ ഇവളെ കഴിഞ്ഞ ആരും. അത് അളിയന്റെ ഒരു അളിയ വളരെ അപൂർവമായിട്ട് ഈ നാടൻ വസ്ത്രത്തിൽ എൻ്റെ മോളെ കാണാൻ പറ്റുള്ളൂ. അതിനുള്ള ഭാഗ്യം ഇന്ന് കിട്ടി. മാമ എന്ന് വിളിച്ചോണ്ട് കുട്ടിയുടുപ്പ് ഇട്ടോണ്ടേ എന്റെ കൈയും പിടിച്ച് നടക്കുന്ന എവിടെ ആ രൂപം എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. ഇപ്പൊ ഇതേ സാരി ഒക്കെ എടുത്തോണ്ട് വരുന്നു. വലിയ പെണ്ണായി മോള്. മക്കളെ എന്തിങ്ങനെ അന്തമിട്ട് പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? സാരി എടുത്ത ബോറായല്ലേ? പിന്നെ അത് വളരെ നന്നായിട്ടുണ്ട്. നീ ഇങ്ങനെ സാരി ഉടുക്കുന്നപ്പോഴേ എപ്പോഴും നീ ഷോർട്സും ജീൻസും അതുപോലെ ജിമ്മിലെ വസ്ത്രമൊക്കെ ഇടുന്നേ. പക്ഷെ ഇത് കണ്ടപ്പോഴേ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നോക്കി പോയതാണ്. എങ്ങനെയുണ്ടോ മാമ? നന്നായിട്ടുണ്ടോ? സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ എന്നെ കണ്ട കറക്റ്റ് മലയാളി മങ്കി. മങ്കിയോ? ഒന്ന് പോ മാമ അടുന്ന്. അതെ, കുളിച്ചോ? മക്കളെ ഞാൻ കുളിച്ചു. പിന്നെ നീ എന്ത് രാവിലെ അമ്പലത്തിലേക്ക് പോയിരുന്നു? അതൊക്കെ ഉണ്ട്, ഒരു കാര്യമുണ്ട്. അത് മാവനറിയാം. എന്തെങ്കിലും അതുപോലുള്ള അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവള് രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി ദൈവത്തിനോട് റെക്കമെൻഡ് ചെയ്യും. അതെനിക്ക് ഉറപ്പാണ്. അതെ, എനിക്ക് ചിരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. ഞാൻ കാര്യം പറഞ്ഞില്ല. കാര്യമൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. എന്തോ കാര്യമുണ്ട്. അളിയ 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 എന്തിങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല അളിയ, ഇവളെ എടുത്തോണ്ട് കിടന്നതിന്റെ കൊതി ഇതുവരെ തീർന്നിട്ടില്ല. ഇവള് വളരെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല. റിങ്കി ഇങ്ങോട്ട് വാ. ഇത്ര നേരെ കയറി പോയിട്ട് അല്ല മണി, ഇവളല്ലേ നേരത്തെ വെപ്രാളപ്പെട്ടത്? എവിടെ അത്യാവശ്യമായിട്ട് പോകണം? പിന്നെ ഇതുവരെ വന്നില്ലേ? റിങ്കി അമ്മ. അതെ അമ്മ, എനിക്ക് ഫുഡ് വേണ്ട. അത് സമയമില്ല. എന്ത് സമയമില്ലാത്ത? നീ ഇത്രയും നേരം വേഷം കെട്ടുന്ന സമയം മതിയായിരുന്നല്ലോ കഴിച്ചിട്ട് പോവാനായിട്ട്. അയ്യോ, ഇപ്പൊ ഞാൻ വേഷം കെട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പ വേഷം കെട്ടാനാ? കഴിക്കാതൊക്കെ പോന്നു ഭയങ്കര തന്നെ. ഈ പാലെങ്കിലും കുടിച്ചിട്ട് പോകും. പാല് വെപ്രാൾപ്പെട്ട് എവിടെ പോകുന്നു? അതൊക്കെ ഉണ്ട്, വന്നിട്ട് പറയാം. സർപ്രൈസ്. ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നേരത്തെ. എന്തോ സർപ്രൈസ്? ഒക്കെ ഉണ്ടെന്ന് വന്നിട്ട് പറയാന്നാ. വെയിറ്റ് ആൻഡ് സീ മണിക്കുട്ടി. കുടിയടി മുഴുന്നോ? മൊത്തം കുടിക്കേ. പിന്നെ കുടിയാ, സമയമില്ല. അയ്യോ, അതെ, എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ കേട്ടാ. പരീക്ഷ വല്ലതും ഉണ്ടോ? എന്തോന്നാണോ എന്തോ ഇവളെന്തോന്ന് തിരക്ക് പിടിച്ചിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാതെ പോണ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എന്നാലും അളിയോ എന്തോന്ന് ആലോചിക്കുന്നേ? ഒന്നുമില്ല. അയ്യോ, ഞാൻ ഒരു കാര്യം കൂടി മറന്നുപോയി. മാമ എന്നെ അനുഗ്രഹിക്കണേ. അമ്മ അനുഗ്രഹിക്കണേ എല്ലാരും കേട്ടാ. ഒരു മംഗളകാര്യം നടക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹം ഒക്കെ എനിക്ക് വേണം. ഉണ്ടാവും, പോയിട്ടോ. ഉണ്ടാവുമല്ലോ. ശരി, പോയിട്ട് വരാം. എന്തോന്ന് സർപ്രൈസ്? ഇനിയിപ്പോ അതറിയാതെ എനിക്ക് ഒരു സമാധാനം ഇല്ല. ഭയങ്കര ക്യൂരിയോസിറ്റി. എന്തോന്നായിരിക്കും? എനിക്കും അത് തന്നെ. പെങ്ങളെ അളിയോ ചേട്ടാ, എന്തോ ഇങ്ങനെ ആലോചിക്കുന്നേ? കുറച്ചു നേരമായല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ടടി. എന്തോന്നു? എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ടേസ്റ്റ് ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ, എല്ലായിടത്തും ഞാൻ കളഞ്ഞാണല്ലോ. എടി അതല്ല, ഈ പ്രായത്തിലുള്ള പെൺപിള്ളേര് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ നീ ശ്രദ്ധിച്ചായിരുന്നോ? രാവിലെ സാരി ഉടുത്ത് അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ കാലയിലൊക്കെ തൊട്ടുപോയിട്ട് ഒരു സർപ്രൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ പുറത്തോട്ട് പോയത്. എന്താ പ്രശ്നമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഒരു പ്രശ്നമല്ല. എന്തോന്നാണ് ഈ ചേട്ടന്റെ പ്രശ്നം? അതല്ലടി, ഈ പ്രായത്തിലുള്ള പെൺപിള്ളേർക്ക് ചില സർപ്രൈസുകൾ നമുക്ക് തരാൻ പറ്റും. ജോലി കിട്ടിയെന്ന്, കാറ് വാങ്ങിച്ചെന്ന്, കാമുകനെ തിരഞ്ഞെടുത്തെന്ന്, കല്യാണം കഴിഞ്ഞെന്ന്. അതിൽ ആദ്യത്തെ 1-2 വിട്. കല്യാണം കഴിഞ്ഞ് വരുന്നതാണെങ്കിലും എന്റെ ചേട്ടന് പണ്ടേ ഉള്ള സ്വഭാവമാണ് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ വേറെ മറ്റു തലങ്ങളിലൊക്കെ ആലോചിച്ച് കൂട്ടി എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളത്. സ്വന്തം ടെൻഷൻ അടിക്കും, മറ്റുള്ളവരും ടെൻഷൻ അടിപ്പിക്കും. ഇത് അങ്ങനെയൊന്നും അല്ല. അല്ല, അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ മക്കളെ എന്നേ എനിക്ക് പറയാനുള്ളൂ. കഴിക്കുന്നെങ്കിൽ കഴിക്കും. ആ പിങ്കി പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ കണ്ടുപിടിച്ചേനെ. അവളില്ലാതെ പോയി. നന്നായി അവളില്ലാത്തത്. എന്തോ അളിയ ഒന്നും മനസ്സിലാവുന്നില്ല, വ്യക്തമായിട്ട് പറ. അളിയൻ നല്ല മനധൈര്യമായിട്ടിരിക്കണം. എന്തും സംഭവിക്കാം, എന്തും താങ്ങാനുള്ള മനധൈര്യം ഉണ്ടാകണം. അളിയന് പിഞ്ചു ഹൃദയവാ. വലുതായിട്ടൊന്നും കേട്ടാലേ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, തകർന്നു പോകും. കൂടുതൽ പേടിപ്പിക്കാതെ ഇരിക്കൂ. മതിയായ കഴിക്കുന്നെങ്കിൽ കഴിക്കും. ഒരു കാരണമില്ലാതെ മറ്റുള്ളവരെ പേടിപ്പിക്കുക. എന്തിനാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? പറയാള് പറ. മണി, എനിക്കെന്തോ അളിയൻ പറഞ്ഞപ്പോഴേ എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ചങ്കിടിപ്പൊക്കെ മണി. എന്റെ രവിയേട്ടാ, മണിക്കുട്ടൻ ചേട്ടൻ ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ? ഒരു ആവശ്യമില്ലാതെ ഒരു കാര്യത്തിന്റെ മറ്റൊരു വശം ചിന്തിച്ച് നെഗറ്റീവ് ചിന്തിച്ച് ഇങ്ങനെ മറ്റുള്ളവരെയും കൂടെ പേടിപ്പിക്കും. അത് ശീലമാണ്. രവിയേട്ടൻ നമ്മളെ മോളെ അറിഞ്ഞൂടെ? അതെ, എനിക്ക് അവളെ വിശ്വാസമൊക്കെയാണ്. എന്ത് കാര്യം അവൾ നമ്മളോട് പറയും. പക്ഷെ മണിക്കുട്ട ഇങ്ങനെ തറപ്പിച്ചൊക്കെ പറയുമ്പോഴേ ഞാനേ മണിക്കുട്ടൻ ചേട്ടൻ ഡയലോഗ് അടിച്ചിട്ട് പറ്റി ഒരു ആവശ്യമില്ലാതെ രവിയേട്ടനും കൂടെ പേടിപ്പിച്ചേക്കണം. നോക്ക്, നീ വാമണി. രാവിലെ മനസ്സമാധാനം. എൻ്റെ മക്കൾ അങ്ങനെയൊന്നുമല്ല മണി. ഇങ്ങോട്ട് നോക്കാൻ ഒരാവശ്യമില്ലാതല്ലേ ആ മര്യാദ കയറുന്ന മനുഷ്യന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കി വെച്ചത്. എന്തിന്റെ കേടാ? എടി, അത് അങ്ങനല്ല. ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. ഒരു കുന്തോ ഇല്ല. എന്തോന്ന്? അയ്യോ, ഒരു കുന്തോ ഇല്ല. എന്ത് പറഞ്ഞു വന്നാലും ഇതേ സ്വഭാവമാണ് എന്റെ ഇളയ സന്താനത്തിന്. എന്ത് കാര്യം കണ്ടാലും അതിനടിയിൽ എന്തോ നെഗറ്റീവ് ഉണ്ട്, എന്തോ പ്രശ്നം വരാണ്ട്. കാര്യങ്ങളൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് ചിന്തിച്ചൂടെ? എടി, എന്റെ ചിന്താഗതി ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ഓ, പിന്നെ എന്തോന്നാണ് ശരിയായിട്ടുള്ളത്? എടി, നമ്മുടെ രാമനും മറ്റവളുണ്ടല്ലോ ചിന്നു, രണ്ടുപേരുടെ ഇതുപോലൊരു ദിവസം അമ്പലത്തിൽ പോവാന്നും പറഞ്ഞുകൊണ്ട് പോയായിരുന്നല്ലോ. തിരിച്ചു വന്നത് എങ്ങനാ? രണ്ടുപേരും മാലയിട്ടോണ്ടാ. മനസ്സിലായോ? കല്യാണവും കഴിഞ്ഞു. അല്ല, അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നമ്മുടെ മോള് സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോയി. അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് അവൾ എൻ്റെ കാലെ തൊട്ട് വീഴിട്ട് ഒരു സർപ്രൈസ് ഇന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് പോയി ഓർക്കുന്നുണ്ടോ? ഇപ്പൊ നിനക്ക് പിടികിട്ടിയോ? എന്തോ ഉണ്ട് എന്ന് പറയില്ല. ഒത്തില്ല കേട്ടോ. എന്റെ മോളെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അവൾ അങ്ങനെ ഒരു കാര്യവും ചെയ്യൂല കേട്ടല്ലോ. എനിക്ക് എന്റെ മോളെ നല്ല വിശ്വാസമാണ്. ഒരു കാര്യമില്ലാത്ത എല്ലാത്തിനും സംശയമുണ്ട്. എന്തോ മനുഷ്യൻ കാര്യം പറഞ്ഞാൽ പിടി കിട്ടത്തില്ല. എങ്ങനെയുണ്ട്? എടി വഞ്ചകി, രജിസ്റ്റർമാരെയും കഴിച്ചിട്ട്
രണ്ടുപേരുടെ വീട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയല്ലേ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് മുടക്കി കൈ തരത്തില്ലേടി. വൃത്തി കേട്ടവളെ. കാണിച്ചു തരാടി. അടിയാ. അതെ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്. ഞാൻ അച്ഛനും അമ്മയും വിളിച്ചിട്ട് വരാം. ഓക്കെ? ഇതെന്താണെന്നറിയുമോ? ഇതേ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യണം. എടേ, ഒരു പിന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുത്തുകയാണെങ്കിലേ ഈ കരടൊക്കെ അങ്ങ് പോകും. അപ്പോൾ ബർണർ നല്ല ഇതായിട്ട് ഫ്ലെയിം വരും. ഈ പറച്ചിൽ കേട്ടത്തൊന്നും ഇത് സ്ത്രീകൾ താമസിക്കുന്ന വീടല്ല, ഇവിടെ പിന്നൊന്നും ഇല്ലെന്ന്. പിന്നെ കിട്ടിയിരുന്നെങ്കിൽ കിട്ടാത്ത സാധനമല്ലേ, അത് അങ്ങോട്ട് പോയി എടുത്ത് ചെയ്യണം. പറഞ്ഞത് അബദ്ധമായി. 15 വർഷം പഴക്കമുള്ള ഗ്യാസ് അടുപ്പ്, അതാണെങ്കിൽ കത്തൂല. 4 എണ്ണം ഉണ്ടെങ്കിലും 2 എണ്ണേ കത്തണുള്ളൂ. എന്നിട്ട് ഇതിനി തേച്ച് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് എനിക്ക് ഒരു കാര്യമില്ല. പറ്റുമെങ്കിൽ വേറെണ്ണം വാങ്ങിച്ചതാ. എന്നാൽ ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കാം. ഇത് ക്ലീൻ ചെയ്തിടാന്നുള്ളതേ ഉള്ളൂ. ഇനി പുതിയ വാങ്ങിക്കണം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പുതിയത് കിട്ടണം. ഹലോ, കുറ്റം പറയാതിരുന്നത്. അത് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് പറഞ്ഞതേ ഓ ഉള്ളൂ. വിട് മണിക്കുട്ടി. ഇന്നേ ചായ കൊണ്ട് മണിക്കുട്ടം വന്നപ്പോഴേ ഞാനങ്ങ് ചമ്മി പോയടി. എന്താന്നറിയുമോ മണിക്കൂട്ട് കാര്യം മനസ്സിലായി. നീ ചായ കൊണ്ടുവരാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ആദ്യം ആലോചിച്ച് ഓക്കെ എന്തായാലും ചേട്ടൻ ചായ കൊണ്ടുവന്നല്ലേ, ഇനിയിപ്പോൾ വേണ്ടെന്ന്. പക്ഷെ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചായ കിട്ടാത്തതുകൊണ്ട് എൻ്റെ മൂഡ് പോയി എന്നൊക്കെയുള്ള ഡയലോഗ്. രണ്ടുപേരും ഇവിടെ കിണിച്ചോട്ട് നിന്നു. അവന്റെ പെണ്ണ് ഒരു ചെറുക്കനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിരിക്കുക. കൂടെ 2-3 പേരും. ആരാന്നോ? നമ്മുടെ മോള് മൂക്കം തൂറ്റി ഒരു ചെറുക്കനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിരിക്കുക. ചെറുക്കനെ അടിച്ചു മാറ്റി. സാധാരണ ചെറുക്കന്മാര് പെൺപിള്ളേരെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നെന്ന് തോന്നി കേട്ടിട്ട് എന്തോന്ന് പറയണത്. എടിയത് പഴയ കാലം. ഇപ്പോഴത്തെ കാലം അങ്ങനല്ല. നീ ചെന്ന് നോക്ക്. ഇറങ്ങി വാ. ഒന്ന് മണിക്കൂട്ടൻ ചേട്ടാ പറയുന്നത് ഈ അമ്മ, ഞാൻ ഒരു സർപ്രൈസ് ആയിട്ടാ വന്നിരിക്കുന്നത്. മനസ്സിലായിടി എന്റെ സർപ്രൈസ് എന്താന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കിയോ? അതെങ്ങനെ? ശരിയായ കാര്യമില്ലടി. അതായത് ഈ വീടിന്റെ ലോൺ ഇതുവരെ നിന്റെ അച്ഛൻ ഈ മനുഷ്യൻ അടച്ചു തീർത്തിട്ടില്ല. നിനക്കൊരു ജോലിയുണ്ടോ? ആ ചെറുക്കന് ജോലിയുണ്ടോ? ഒരു 20 സെന്റ് സ്ഥലം ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അതും അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ജീവിക്കുമടി? എങ്ങനെ ജീവിക്കും? നീ നിന്റെ മറ്റവനും. ഏത് മറ്റവൻ? നിന്റെ കൂടെ വന്നിറങ്ങിയവൻ. അയ്യോ, അത് മാമ വിചാരിക്കും പോലെയൊന്നും അല്ല. ഓ, ഞാനൊന്ന് പറയട്ടെ. എല്ലാം എനിക്ക് മനസ്സിലായി. എല്ലാം മനസ്സിലായി. അളിയ നില്ല്, മോള് പറയട്ടെ. അളിയന്റെ വളർത്തുദോഷം. അളിയന്റെ വളർത്തുദോഷം മാത്രമായി ഈ പെൺകൊച്ചിങ്ങനെ ആയി പോയത്. മണിക്കൂട്ടൻ ചേട്ടാ അവളോ കാര്യം പറയട്ടെ സമാധാനത്തിൽ. ഈ ചേട്ടൻ എന്റെ പെങ്ങളെ ഇനിയിപ്പൊ എന്തായാലും എന്താ ഒരു കാര്യം ചെയ്യും. നിലവിളക്കുണ്ടെങ്കിൽ ആ വിളക്ക് കത്തിച്ചോണ്ട് അകത്തോട്ടില്ല. എന്റെ ചേട്ടൻ തോക്കിനകത്ത് ഒരു വെടി വെക്കാത്ത അവൾ എന്താണ് പറയണെന്നൊന്നും ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നൊന്ന് പറയാടി വരയ്ക്ക്. എന്നൊക്കെ മാമ വിളിച്ച് പറയണേ. അതെന്റെ ഫ്രണ്ട്സ് ആണ് അമ്മ ജിമ്മിലുള്ള. പറഞ്ഞില്ലേ ആ ഫ്രണ്ട്സിനെയാ കല്യാണം കഴിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത്. പറഞ്ഞോട്ട് എന്തോന്നാണ് ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടാതെ. പറഞ്ഞു പോലേക്ക് കാര്യം പറ മക്കളെ പെട്ടെന്ന്. അമ്മ, എന്റെ ഫ്രണ്ട്സ് വന്നത് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ വന്നത്. എന്തോന്നാണ് അത്യാവശ്യ കാര്യം? ഞങ്ങളെ ഒരു സുംബ സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സുംബ സ്റ്റുഡിയോ എന്തോന്നാണ് സുംബ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ വശക്കേട് കാര്യങ്ങളാ. വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഡാൻസ് ചെയ്യുന്ന സ്ഥലമാണ് സുംബ സ്റ്റുഡിയോ. ഡാൻസിന്റെ കാര്യമാണ് അവള് പറഞ്ഞത്. ജിമ്മ് പോലെ. മാമ ചിന്തിച്ചു കൂട്ടണേ. സുംബ സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടി ആര് പ്ലാൻ ചെയ്ത്? ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അത് നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇതിനു വേണ്ടി വന്നത്. അതാണ് രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇവിടെ വന്ന് പറയാൻ വേണ്ടി ഇരുന്നത്. എന്റെ മക്കളെ, ഇതായിരുന്നല്ലേ കാര്യം. ഇവിടെ മാമൻ ഞങ്ങളെ എന്തൊക്കെ പറഞ്ഞു മാറ്റാൻ തിരുത്താൻ വേണ്ടി ശ്രമിച്ചെന്നറിയോ? അത് പറയാൻ വേണ്ടി വന്നപ്പോ എന്റെ ഫ്ലോ കളഞ്ഞത് മാമൻ. നിന്റെ ഫ്രണ്ട്സ് അവിടെ നിൽക്കാണ്. അവിടെ നിൽക്കുകയാണ്. സൂംബ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അവസാനം വശക്കേടില്ലായിരിക്കും അവസാനിക്കുന്നത്. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി വരുന്ന പോലെ വരട്ടെ. എന്താ സർപ്രൈസ് കൊടുത്തായിരുന്നു? ഓ, സർപ്രൈസ് കൊടുത്തായിരുന്നു. അതിനേക്കാളും വലിയൊരു സർപ്രൈസ് എന്റെ പുന്നാര മാമ എനിക്ക് തന്നു. അതെന്താ? അതൊന്നുമില്ല. അല്ല, നിങ്ങൾ സുംബ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോണല്ലേ? ഓൾ ദി ബെസ്റ്റ്. മണി, അവരെ അവിടെ തന്നെ നിർത്താതെ അവിടോട്ട് വിളി ചായ കൊടുക്കും.
ആന്റി മുട്ട പുഴുങ്ങിയതുണ്ടോ? നിനക്ക് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടാ. മുട്ടയുടെ സന്തോഷം നോക്കിയേ. വാട്ടാ മോനിവിടെ ഒന്ന് നമുക്കൊരു കാര്യം പറയാനുണ്ടേ. മോന്റെ പേരെന്താ? ആരോമൽ. ആരോ മൽ. നിനക്കിടാൻ പറ്റിയ പേര്. അവിടെ നിക്കുന്ന വാ അങ്ങോട്ട്. മാമൻ. ആ എന്താ മാമൻ? മാമൻ. മാമൻ പിടിവിടാം. പിടിവിട. മോളകത്തോട്ട് പോകും. മാമന് വേറെ ചില കാര്യങ്ങളും സംസാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ വരാം. സംസാരിച്ചിട്ട് വാ. ആ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കൊച്ചിനെ വല്ലോ നോക്കിയാ മനസ്സിലാടാ. ആ. റിങ്കി. നീ ജിമ്മാണെങ്കിൽ ഞാൻ കളരിയാടാ. നീ ജിമ്മാണെങ്കിൽ കളരിയാണ്. ഞാൻ കളരിയാ. ആ. പറഞ്ഞു കേട്ടല്ലോ. ഇനി വാ മക്കൾ വാ. കേറിപ്പിക്കും. കേറി.